ഹലോ മുത്തുമണീസ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിചാരിക്കുന്നു. കുറച്ച് തിരക്കിലായിരുന്നു കുറച്ച് ദിവസങ്ങളായിട്ട്. പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട് കേട്ടോ. എല്ലാ ദിവസവും ഇങ്ങനെ നിങ്ങളുടെ മുന്നിലേക്ക് വന്നാൽ നിങ്ങൾക്ക് ബോറടിച്ചെങ്കിലോ എന്ന് കരുതിക്കൊണ്ടാണ് കൂടുതലും ഞാൻ വരാതിരുന്നത്. അപ്പം വരാത്തത് എന്തേ എന്നൊക്കെ ചോദിച്ച് അന്വേഷിച്ചവർക്കൊക്കെ ഒരുപാട് നന്ദി. നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹത്തിനും സഹകരണത്തിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. അപ്പം ഇന്ന് നേരം വെളുത്ത് രാവിലത്തെ പണികളൊന്നും കാണിക്കുന്നില്ല. പീക്കു രാവിലെ ഇപ്പോൾ ഒരു 6 o'clock കഴിഞ്ഞ് കേട്ടോ, 6:30 ഒക്കെ ആവാറായി. പീക്കു രാവിലെ എഴുതി തീർക്കാനുള്ളതൊക്കെ എഴുതായിരുന്നു. കുഞ്ഞിക്ക് യൂറിനറി ഇൻഫെക്ഷനാണ്. അപ്പോൾ അവൾ പനിയായിട്ട് കിടക്കുകയാണ് കേട്ടോ. കുറച്ച് നേരം കിടന്നുറങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചു. ആൻറ്റിബയോട്ടിക് എടുക്കുന്നുണ്ട്. അപ്പം അങ്ങനെ വലിയ പനിയൊന്നും ഉണ്ടായിരുന്നില്ല. ഇടയ്ക്കൊന്ന് പനിക്കുമായിരുന്നു. പിന്നെ വയറുവേദനയാണ്, ഈ ബാക്കിലും സൈഡിലുമായിട്ട് വേദനിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് യൂറിനറി ഇൻഫെക്ഷൻ ആണെന്ന് അറിഞ്ഞത്. അപ്പോൾ എന്തായാലും അവൾ റെസ്റ്റ് എടുക്കട്ടെ. അതുകൊണ്ട് കുഞ്ഞിനെ ഇന്ന് സ്കൂളിൽ വിടണില്ല. രാവിലെ നമ്മൾ സാധാരണ പോലെ തന്നെ സ്കൂളിൽ പോകാറാകുമ്പോഴത്തേക്കുമുള്ള മഴയുടെ തുടക്കം തുടങ്ങി കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ മഴ പെയ്യില്ല. ഇവർ കറക്റ്റ് ഈ സ്കൂളിൽ പോകണ നേരം ആകുമ്പോഴത്തേക്കും മഴയ്ക്കൊരു ഓടി വരവ് കൂടുതലാണ്. മാളൂന് ഓൺലൈൻ ട്യൂഷൻ രാവിലെയാണ്. അപ്പോൾ അവൾ ട്യൂഷന് കയറി എല്ലാം കഴിഞ്ഞിട്ട് ഇവർ റെഡിയായി. ഇവർ നേരത്തെ ഞാൻ സ്കൂളിലേക്ക് വിടാണ്. അപ്പോൾ കുഞ്ഞി ഇന്ന് പോകുന്നില്ല. അവൾ റോഡിലിറങ്ങി അവർക്ക് ടാറ്റ ബൈ ബൈ ഒക്കെ കൊടുത്ത് ഇനി കൊച്ചു റെസ്റ്റിലേക്ക് പോവാണ് കേട്ടോ. തീരെ വയ്യ, ഭക്ഷണമൊന്നും കഴിക്കാത്തത് കാരണം ഒട്ടും വിശപ്പില്ല അവൾക്ക്. ഭക്ഷണമൊന്നും കഴിക്കണില്ല, ഒരു രക്ഷയില്ല. അപ്പോൾ അതുകൊണ്ട് എവിടെയെങ്കിലും കിടക്കൽ തന്നെയാണ് പരിപാടി. അപ്പോൾ വെള്ളമൊക്കെ അവിടെ ഇവിടെയൊക്കെ ബോട്ടിലൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എടുത്ത് കുടിച്ചോളാൻ പറഞ്ഞു. ഞാനും ഇന്ന് അത്യാവശ്യം നല്ല ഓട്ടത്തിലാണ് കേട്ടോ. രാവിലത്തെ പരിപാടികളൊക്കെ കഴിച്ചിട്ട് വേണം എനിക്ക് പോകാനായിട്ട്. എനിക്കിന്നൊരു സ്കാനിങ് ഉണ്ട്. അപ്പം അതിന് പോകണം. അപ്പോൾ അത് നമ്മുടെ ആലുവയിലാണ് സ്കാനിങ്. ഞാൻ കഴിഞ്ഞ ദിവസം ഇതുപോലെ തന്നെ മഴവിൽ പാലത്തിൽ വെച്ചിട്ട് അവിടുന്ന് ഒരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ടായിരുന്നു എവിടെയാണ് ഇതെന്ന്. നമ്മുടെ ആലുവയിലാണ് കേട്ടോ. അപ്പോൾ അതിനടുത്തായിട്ടാണ് നമ്മുടെ ലക്ഷ്മി സ്കാനിങ് സെൻറ്ററിൽ, അവിടെ നഴ്സിംഗ് ഹോമിലാണ് സ്കാനിങ്ങിന് പോകുന്നത്. അപ്പോൾ അവിടെ പോകാനുള്ളത് കൊണ്ട് രാവിലെ അത്യാവശ്യം പണികളൊക്കെ ഒതുക്കിയിട്ട് വേണം പോകാനായിട്ട്. പപ്പയും മമ്മിയും ഇവിടെ ഉണ്ട്, എന്നാലും ഞാൻ എൻ്റേതായിട്ടുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഒതുക്കിയിട്ടാണ് പോവാറ് കേട്ടോ. അപ്പം കുഞ്ഞിപ്പോൾ അവരിവിടെ ഉള്ളത് കാരണം എനിക്ക് ഭയങ്കര ആശ്വാസമാണ്. കുഞ്ഞിൻ്റെ അടുത്ത് ആളുള്ളത് കാരണം നമുക്ക് ടെൻഷനില്ല. എവിടെയെങ്കിലും പോകണമെങ്കിലൊക്കെ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് പോയിട്ട് വരാനായിട്ട് സാധിക്കും. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പാരൻസ് നമ്മുടെ കൂടെയുള്ളത് ഒരുപാട് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ വളരെയധികം ഹെൽപ്ഫുള്ളാണ് കേട്ടോ. മിക്കവരും അവർ സെപ്പറേറ്റൊക്കെയാണ് മിക്കവാറും ഉണ്ടാവാറൊക്കെ ഉള്ളത്. കാരണം ഈ തിരക്കുകൾക്കിടയിലും മക്കൾ അവരെ കെയർ ചെയ്യാത്തത് കൊണ്ടോ അതല്ലെങ്കിൽ അവരുടെ പ്രൈവസി നശിപ്പിക്കണ്ട എന്ന് കരുതിക്കൊണ്ടോ എന്തോ മിക്ക വീടുകളിലും ഇപ്പം അങ്ങനെയാണ് കണ്ടുവരുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലായിരുന്നോ, നമ്മുടെ മുറ്റത്തൊക്കെ നിറച്ച് പുല്ല് കയറിയേക്കാണ്, ഒരു രക്ഷയില്ല, മരുന്നടിക്കാൻ പോലും പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. അപ്പം ഇടയ്ക്കൊരു ദിവസം വെയിൽ കിട്ടിയപ്പോൾ അവിടെ മരുന്നടിച്ച് അതൊക്കെ കരിഞ്ഞു തുടങ്ങി. അതിന് ശേഷമാണ് ഇന്ന് രാവിലെ പതിയെ മഴ ചാറിയത് കേട്ടോ. എന്തായാലും അതൊക്കെ ഉണങ്ങി തുടങ്ങി. ഉണങ്ങിയതിൽ ഇങ്ങനെ പൊങ്ങി നിന്നിരുന്ന സംഭവങ്ങളൊക്കെ ഞാൻ ഇങ്ങോട്ട് വലിച്ചെടുത്തു. അതങ്ങനെ കാണുമ്പോൾ എനിക്കൊരു അസ്വസ്ഥത ഫീൽ ചെയ്തു. അപ്പോൾ അത് കാരണം ഞാൻ അത് ഇങ്ങോട്ട് പറിച്ചെടുത്തു. അപ്പോൾ ഇനി ചെറിയ സംഭവങ്ങളൊക്കെ ഉണ്ട്, അത് അവിടെ നിന്ന് തന്നെ അങ്ങോട്ട് കരിഞ്ഞുണങ്ങി അങ്ങോട്ടേക്ക് തന്നെ പൊയ്ക്കൊള്ളും. പിന്നെ എന്താ പറയുക, ചെടികളിൽ ഇപ്പം അങ്ങനെ വലിയ കെയറിങ്ങിലേക്കൊന്നും പോകാനായിട്ടുള്ളൊരു ഇൻട്രസ്റ്റ് തോന്നുന്നില്ല. എന്തായാലും വലുതായിട്ട് പോകുന്ന ചെടികളൊക്കെ അവിടെ നിൽക്കട്ടെ എന്ന് കരുതി ബാക്കിയുള്ളതിനൊക്കെ അവിടെ നിന്ന് ഇവിടുന്നൊക്കെ ആയിട്ട് വെട്ടിക്കൂട്ടിയൊക്കെ കളഞ്ഞു കേട്ടോ. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് ഒതുക്കിയിട്ട് വേണം എനിക്ക് പോകാനായിട്ട്. അപ്പോൾ അവർക്ക് നമുക്ക് കറക്റ്റ് ഒരു ടൈമിങ് പറയും. ആ ഒരു ടൈമിൽ ഡോക്ടർ ഉള്ള ടൈം നോക്കിയിട്ട് ഡോക്ടർ ഉള്ള ടൈമിലാണല്ലോ പോകാൻ പറ്റുള്ളൂ, അതല്ല പറഞ്ഞേ. അതായത് ഡോക്ടർ ഉള്ള ടൈമിൽ വേറെ എറണാകുളത്ത് ഹോസ്പിറ്റലിലും ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഉള്ള ടൈം അനുസരിച്ച് നമുക്ക് ബുക്കിംഗ് നമ്പർ തരും. ആ ഒരു ടൈമിൽ നമ്മൾ ചെന്നാൽ മതി. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പോകാറുള്ളത് കാരണം എനിക്ക് പെട്ടെന്ന് തന്നെ അവർ ഞാൻ ഇന്നലെ വിളിച്ചതേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തേക്ക് എനിക്ക് പെട്ടെന്ന് ബുക്കിംഗ് ഒക്കെ തന്നു. അപ്പോൾ നമ്മൾ ചീര കുറച്ച് റെഡി ആയിട്ട് നിൽക്കണ്ടായിരുന്നു. അതിനി അവിടെ ഇട്ടിട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത മഴയൊക്കെ വന്ന് ഈ മഴ പെയ്യുന്നത് കൊണ്ട് ഇത് പറിക്കാനായിട്ട് ഭയങ്കര മടിയാണ്. അപ്പം ഈ ചീരയാണെങ്കിൽ ഇവിടെ കുഞ്ഞിക്കും പീക്കുനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. സാധാരണ അവരങ്ങനെ ചീര കഴിക്കാറില്ല. പക്ഷേ ഇതിനകത്തേക്ക് മുട്ട കൊത്തി ഒഴിച്ച് നമ്മൾ ചിക്കി പൊരിച്ചെടുക്കുന്നത് കാരണം ഇത് സംഭവം ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇനിയെങ്ങാനും മഴ പെയ്തെങ്കിലോ എന്ന് കരുതിക്കൊണ്ട് ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കട്ട് ചെയ്ത് ഇങ്ങനെ എടുത്തു. ഇത് ചെറിയൊരു തണ്ട് കൊണ്ടിട്ടേർന്നതിനകത്തുനിന്ന് മുളച്ച് വന്നതാണ് കേട്ടോ. അതിങ്ങനെ പരന്ന് ഈ ഒരു പ്രദേശം മൊത്തം ആയിക്കോളും. അവിടെ കിടന്ന് പരന്ന് വരട്ടെന്ന് ഞാനും വിചാരിച്ചു. കാരണം നേരത്തെ ഇവിടെയൊക്കെ ഇഷ്ടംപോലെ ചെടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതൊക്കെ അങ്ങോട്ട് കളഞ്ഞത് കാരണം ഇപ്പോൾ അതിലേക്കൊന്നും വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല. അപ്പോൾ അത് കാരണം ചീരയെങ്കിൽ ചീര അവിടെ നിൽക്കട്ടെ, കറിയുമായി കുട്ടികൾക്ക് വൈറ്റമിൻസുമായി എല്ലാം ആയല്ലോ എന്ന് കരുതിക്കൊണ്ട് ഇലക്കറികൾ കഴിക്കുന്നത് നല്ലതുമാണല്ലോ. അപ്പോൾ അതിനെ വെട്ടി നമുക്കൊന്ന് എടുത്ത് മാറ്റി വെച്ചിട്ട് വേണം പോകാനായിട്ട്. പിന്നെ കുറച്ച് തുണികളൊക്കെ കഴുകിയിട്ടിട്ടുണ്ടായിരുന്നു.
അതൊക്കെ ഉണങ്ങിയതാണോ എന്ന് ചോദിച്ചാൽ ഉണങ്ങിയതാണ്. എന്നാൽ നമുക്ക് ഈ ഒരു കാറ്റും വെയിലൊക്കെ ഒന്ന് അടിച്ചില്ലെന്നുണ്ടെങ്കിൽ അതിനൊരു സ്മെല്ല് കാര്യങ്ങളുണ്ടാവില്ലേ. അപ്പോൾ അതുകൊണ്ട് സൈഡിൽ നമ്മളൊരു അഴ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് ചെറിയൊരു വെയിലും പിന്നെ കുറച്ച് കാറ്റും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് കുഴപ്പമില്ലെന്ന് കരുതി അവിടെ അങ്ങനെ കൊണ്ടുപോയിട്ട് ഒന്ന് ചൂടായി കഴിഞ്ഞപ്പോൾ എടുത്തുകൊണ്ട് പോരാണ് കേട്ടോ. നമ്മുടെ ചിക്കൂസിനകത്ത് ചെറിയ ചെറിയ പഴങ്ങളൊക്കെ ഉണ്ടായി തുടങ്ങി. അപ്പം കഴിഞ്ഞ പ്രാവശ്യം ഒന്ന് പറിച്ചതായിരുന്നു. അത് ഈ നമ്മുടെ ഈ ചാനലിലാണോ എന്നറിയില്ല, അതോ മറ്റേ ചാനലിലാണെന്നുണ്ട്. എവിടെയോ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇപ്പോൾ ഇത് പറിക്കാറായിട്ടൊന്നുമില്ല, ചെറുതായിട്ടൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഉണ്ടായി നിൽക്കുന്നുണ്ട്. അപ്പം മക്കളെ, നമുക്കിനി നേരെ റെഡി ആയിട്ട് പോവാം. സ്കാനിങ്ങിൻ്റെ സമയമായിട്ടുണ്ട്. ഇവിടെ നിന്നൊരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അരമണിക്കൂർ വേണ്ട അവിടെ എത്താനായിട്ട്. പക്ഷേങ്കിൽ കുറച്ച് നേരത്തെ ഇറങ്ങുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം പോയിട്ട് ഞാൻ ബസ്സിനാണ് പോണേ കേട്ടോ. വീട്ടിൽ നിന്ന് 2 വീലറിന് പോന്നു, ജംഗ്ഷനിൽ കൊണ്ടുവച്ചിട്ട് അവിടെ നിന്ന് ബസ്സിന് പോന്നു. അതാണ് എളുപ്പം. ഈ ആലുവയ്ക്ക് എപ്പോഴും ബ്ലോക്ക് ആയത് കാരണം ഞാൻ വണ്ടി എടുക്കൽ കുറവാണ് ആലുവയ്ക്ക് പോകുമ്പം. അപ്പോൾ നമ്മുടെ ഇത് ആലുവ പാലസാണ് കേട്ടോ ഇപ്പോഴത്തെ ഗസ്റ്റ് ഹൗസ്. അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ കൂടാണ് ഈ പറയുന്ന ലക്ഷ്മി നഴ്സിംഗ് ഹോമിലേക്ക് പോകുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെയുള്ള സ്ഥലത്തൂടെയൊക്കെ നടന്നു പോകാനായിട്ട്. ഞാനേ അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് ഓർത്തത്, ഇത് കറക്റ്റായിട്ട് കയ്യിൽ പിടിച്ചിങ്ങനെ എടുക്കുന്ന കാരണം കറക്റ്റായിട്ട് കിട്ടില്ല. അപ്പം കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ എടുക്കാനും പറ്റില്ല. എന്തായാലും വേണ്ടില്ല എന്ന് കരുതിക്കൊണ്ട് അതിൻ്റെ ഫ്രണ്ടിൽ കൂടെ ഇങ്ങോട്ട് പാസ് ചെയ്ത് പോന്നപ്പം ഞാൻ എടുത്തു എന്നേ ഉള്ളൂ. ഈ വഴിക്കോടെ ഇങ്ങനെ നടക്കാൻ എന്ത് രസമാണെന്നറിയാം. അപ്പുറത്തും ഇപ്പുറത്തൊക്കെ നിറച്ചും മരങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഇതിലൂടെ കുറച്ചങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്കും കരിക്കുകാരിരിപ്പുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഇപ്പം നമുക്ക് ഫുഡൊന്നും കഴിക്കാൻ പാടില്ലല്ലോ ഈ സ്കാനിങ്ങിന് പോകുന്ന സമയത്ത്. ഞാൻ രാവിലെ കഴിച്ചിട്ട് പിന്നെ ചായ കുടിച്ചിട്ട് പിന്നൊന്നും കഴിച്ചിട്ടുണ്ടായില്ല. അപ്പം തിരിച്ചു പോരുമ്പം ഇവിടെ കരിക്ക് കിട്ടും ഇഷ്ടംപോലെ. അത് ഒരെണ്ണം വെട്ടി അകത്താക്കാം എന്നൊക്കെ വിചാരിച്ച് സ്കാനിങ്ങിന് പയ്യെ പോവുകയാണ്. കുറച്ച് നേരത്തെയാണ് കേട്ടോ, അവിടെ എത്തേണ്ട സമയമൊന്നും ആയിട്ടില്ല. ചെല്ലുമ്പോൾ മിക്കവാറും ആട് കിടന്നിടത്ത് കൂടെ കാണില്ല എന്ന് പറഞ്ഞതുപോലെ അവിടെ ആരും ഉണ്ടാവാൻ വഴി ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞതുപോലെ തന്നെ ഇവിടെ ആരും ഇല്ല. 1-2 പേരൊക്കെ അതിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ടെന്നുള്ളതല്ലാതെ ഞാൻ പിന്നെ എന്തായാലും നേരത്തെ കൊണ്ടുപോയി ചീട്ടൊക്കെ എടുത്തു. അപ്പോൾ അത് കാരണം നേരത്തെ തിരിച്ചു പോരാമെന്ന് വിചാരിക്കണം. അത് കഴിഞ്ഞിട്ട് എനിക്കിതിൻ്റെ റിപ്പോർട്ടുമായിട്ട് നമ്മളുടെ ഡോക്ടറെ കാണണം. അങ്ങനെ നമ്മൾ പോയ കാര്യമൊക്കെ സഫലീകരിച്ച് പതിയെ ഞാൻ തിരിച്ച് വീട്ടിലെത്തി. കുറച്ച് സമയം റെസ്റ്റ് എടുത്തതിന് ശേഷം ഇനി നമുക്ക് ഡോക്ടറെ കാണണ്ടേ. കണ്ടെങ്കിലല്ലേ അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ കുറഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് അറിയുള്ളൂ. ചെറിയൊരു ടെൻഷൻ ഇല്ല. എന്നാലും കുഴപ്പമില്ല, ഒരു ധൈര്യസമേതം നമ്മുടെ മാതാവ് കൂടെ ഉണ്ടല്ലോ എന്നുള്ളൊരു പ്രാർത്ഥനയിലും വിശ്വാസത്തിലൊക്കെ ഞാൻ പതിയെ നമുക്ക് ഡോക്ടറെ കാണാനായിട്ടുള്ള തയ്യാറെടുപ്പിലൊക്കെയാണ് കേട്ടോ. വേറൊന്നുമല്ല, ഒരു ഫൈബ്രോയിഡ് ഉണ്ട് സഹോദരങ്ങളെ. അപ്പം അതിനെ പയ്യെ ഒന്ന് എല്ലാവരും പറഞ്ഞു റിമൂവ് ചെയ്യാമെന്ന്. പക്ഷേ എങ്കിൽ റിമൂവ് ചെയ്യുന്നതിനോട് എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. അപ്പം അങ്ങനെ ഇരുന്നപ്പോഴാണ് നമ്മുടെ ഹോമിയോയിൽ ഇതിന് നല്ല ട്രീറ്റ്മെൻറ്റ് ഉണ്ട് എന്നറിഞ്ഞത്. അപ്പം നമുക്കെല്ലാം വിശ്വാസമാണല്ലോ, അതല്ലേ വലുത്. അപ്പം ഞാനൊരു കാര്യം ചെയ്തു, പതിയെ ഡോക്ടറെ പോയി കണ്ടു. ഇപ്പോൾ 1 മന്ത് ആയിട്ടുള്ളൂ മെഡിസിൻ എടുത്ത് തുടങ്ങിയിട്ട്. സിംറ്റംസ് വെച്ച് നോക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല, കുറഞ്ഞിട്ടൊക്കെ ഉണ്ട്. എന്നാലും നമുക്കൊരു ഉറപ്പ് വേണമല്ലോ. അപ്പം 1 മാസമായപ്പോൾ സ്കാനിങ് റിപ്പോർട്ടൊക്കെ ആയിട്ട് ഇന്ന് പോവുകയാണ്. അപ്പം അതിന് മുന്നേ ഉള്ള ചെറിയൊരു റെസ്റ്റ് ആലോചനയിലാണ്, ഗാഠമായി ചിന്തിക്കണം. ഞാൻ അവിടെ ചെല്ലുമ്പോഴെങ്ങാനും മാറ്റമൊന്നും ഇല്ല എന്ന് പറഞ്ഞാൽ ഞാൻ പെട്ടു പോവുമല്ലോ ദൈവമേ എന്ന് വിചാരിച്ച്. വേറൊന്നുമല്ലടോ, ഇതൊക്കെ റിമൂവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 3 മാസം എന്തായാലും നമ്മൾ റെസ്റ്റ് എടുക്കേണ്ടി വരും. എൻ്റെ കാര്യം ആകെ അധോഗതിയിലാവില്ല. ഞാൻ തന്നെ വേണ്ടപ്പാ എല്ലാത്തിനും ഈ ഓടാനായിട്ടേ. ഈ എന്താ പറയുക, വെറുതെ ഇരിക്കുന്നവർക്കാണെങ്കിൽ അതൊന്നും വലിയ പ്രശ്നമൊന്നുമില്ല. എൻ്റെ കാര്യത്തിൽ ഇതൊരു പ്രശ്നമാണ്. അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ മുഖത്ത്. കാരണം ഈ റിസൾട്ട് കണ്ടിട്ട് എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെ കാര്യമായിട്ടൊന്നും മനസ്സിലാവുന്നില്ല. കാരണം ഒരിടം കുറഞ്ഞും ഒരിടം കൂടിയുമൊക്കെ അങ്ങനെ പല ടൈപ്പിലാണല്ലോ ഇവർ ഈ റിസൾട്ട് പ്രിൻ്റ് ചെയ്ത് വരണേ. അത് കാരണം എങ്ങനെയാണെന്നുള്ളത് കറക്റ്റ് ഡോക്ടറെ കണ്ടാലറിയാം. അങ്ങനെ ഇരുന്നപ്പോൾ നമ്മുടെ വഴിയരികിലാണ് ആയതുകൊണ്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓരോരുത്തർ പോകുമ്പം ചാടി പിടിച്ച് ആരോടെങ്കിലുമൊക്കെ സംസാരിക്കാൻ ഇഷ്ടം പോലെ കിട്ടും കേട്ടോ. അപ്പോഴേ ഞാൻ നിങ്ങൾക്ക് ഫ്രീ ആയിട്ടൊരു ഉപദേശം തരാം കേട്ടോ. ഈ ലേഡീസിനൊരു കുഴപ്പമുണ്ട്, സ്വന്തം കാര്യം നോക്കാതെ വീട്ടിലുള്ളവരുടെയൊക്കെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കി നടക്കുന്നൊരു പരിപാടി ഈ സ്ത്രീകൾക്ക് മിക്കവാറും ഉള്ളതാണ്. അതുകൊണ്ട് തൽക്കാലം ഇനി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്നങ്ങോട്ട് സ്റ്റോപ്പ് ചെയ്യാം. കാരണം എന്താണെന്നറിയോ, പ്രത്യേകിച്ചും ഒരു 40 വയസ്സൊക്കെ ഇങ്ങോട്ട് കഴിയുമ്പോഴത്തേക്കും ഉണ്ടല്ലോ നമുക്ക് എവിടെ നിന്നൊക്കെ എന്തൊക്കെയാണ് വരണേന്ന് ഒരു ഐഡിയ കിട്ടത്തില്ല. അപ്പം ചെറിയ ചെറിയ സിംറ്റംസും കാര്യങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ പോയി ഡോക്ടറെ ഒന്ന് കാണുക. അതുപോലെ തന്നെ ഇടയ്ക്ക് നമ്മളൊന്ന് സ്കാൻ ചെയ്ത് നോക്കിയെന്ന് കരുതിക്കൊണ്ട് ഒരു പ്രശ്നമില്ലാട്ടോ എൻ്റെ പൊന്ന് സുഹൃത്തുക്കളെ. അതൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിലേ ഇങ്ങനെ കിടന്ന് ടെൻഷൻ അടിക്കാണ്ട് നമുക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് അങ്ങോട്ട് പോയിക്കോളും.
അല്ലെങ്കിൽ ഇതാ ഇതുപോലെ കിടന്ന് ഓടേണ്ടി വരും. അപ്പം ഞാൻ അവിടെ നിന്ന് വീട്ടിൽ നിന്ന് പയ്യെ ഒന്ന് ഫ്രഷായിട്ടൊന്ന് ഇറങ്ങി നമ്മുടെ ഐഡിയൽ ഹോമിയോപ്പതി ചെങ്ങമ്മനാട് ഇവിടെയാണ് കേട്ടോ പോകുന്നത്. അപ്പം അവിടെ വന്ന് ഡോക്ടറെ കണ്ടു, കുഴപ്പമൊന്നുമില്ല, കുറയുന്നുണ്ട്. അപ്പം ഞാൻ ധൈര്യമായിട്ടും പറയാം, ഈ ഒരു ഫൈബ്രോയിഡിന് ശരിക്കും ഹോമിയോയിൽ നല്ല ട്രീറ്റ്മെൻറ്റാണ്. അപ്പോൾ ആരെങ്കിലുമൊക്കെ ഇനി അങ്ങനെ ഒരു അസ്വസ്ഥതകളുമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഹോമിയോയിൽ കണ്ടോളൂ കേട്ടോ. എനിക്കെന്തായാലും എൻ്റെ ഇത് സർജറി ചെയ്തേ പറ്റുള്ളൂ. കാരണം അത്യാവശ്യം നല്ല വലിപ്പത്തിലായിരുന്നു. സർജറി ഇല്ലാതെ പറ്റില്ല എന്ന് പറഞ്ഞൊരു സംഭവമാണ്. അപ്പം ഇത് കുറവുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ മാതാവിൻ്റെ ഒരു ഭക്തയാണ്, ഉടമ്പടിയിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് പൂർണ്ണ വിശ്വാസം ഉണ്ടായിരുന്നു അത് മാറുമെന്നുള്ളത്. എന്തായാലും അതൊക്കെ കഴിഞ്ഞ് ഞാൻ ഹാപ്പി ആയിട്ട് തിരിച്ചു വന്നു. വൈകുന്നേരം ഗോതമ്പ് അട ഉണ്ടാക്കാണ് കേട്ടോ. അടാന്ന് പറയാൻ പറ്റത്തില്ല, നമ്മൾ മടക്കുസാൻ എന്നൊക്കെ പറയത്തില്ലേ, അതുപോലെ. സാധാരണ അത് മൈദയൊക്കെ വെച്ചിട്ടാണ് ഉണ്ടാക്കാറ്. ഞാൻ എന്തായാലും ഇപ്പം മൈദ ഇല്ലാത്തതിനാൽ ഗോതമ്പ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ശർക്കര, തേങ്ങ, ഏലക്കായ ഇത് ശരിക്കും മിക്സ് ചെയ്തിട്ട് ഗോതമ്പ് കൊണ്ട് നമ്മൾ ദോശ ഉണ്ടാക്കി അതിനകത്ത് ഇത് ഫില്ല് ചെയ്ത് വെച്ചിട്ട് മടക്കി എടുത്താൽ മാത്രം മതി. ഇവിടെ എല്ലാവർക്കും ഇത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എനിക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഇന്നത്തെ സ്നാക്സ് ഇതാണ്. സ്കൂൾ വിട്ട് ഇങ്ങതാ റോട്ടിൽ അവിടെ എത്തുമ്പോൾ തന്നെ ഇതിൻ്റെ സ്മെല്ല് അവർക്ക് കിട്ടും കേട്ടോ. എന്ത് സാധനം ഉണ്ടാക്കിയാലും കറക്റ്റ് ഉള്ളിലേക്ക് കയറുന്നതിന് മുന്നേ തന്നെ ഇന്ന സാധനം അല്ല അമ്മ എന്നൊന്നും ചോദിച്ചുകൊണ്ടാണ് വരുന്നത് കേട്ടോ. എന്തായാലും ഞാൻ ഹാപ്പിയാണ്, അവർ ഹാപ്പിയാണ്, അത്രമാത്രം മതിയല്ലോ നമുക്ക്. അപ്പം അത്യാവശ്യം എല്ലാവർക്കും ഉണ്ടാക്കി ഇന്നത്തെ നമ്മുടെ ചായ പരിപാടി നമുക്കിവിടെ പര്യവസാനിപ്പിക്കാം. ചായ കുടിക്കുന്നതിനോട് അങ്ങനെ എല്ലാവർക്കും വലിയ, പിള്ളേർക്കാണെങ്കിലും എനിക്കാണെങ്കിലും അങ്ങനെ വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല കേട്ടോ. സ്നാക്സ് എന്തായാലും കഴിക്കും, ചായയൊക്കെ വേണമെങ്കിൽ കഴിക്കും, അത്രമാത്രം. അപ്പം നമ്മൾ രാവിലെ പൊട്ടിച്ച് വെച്ചിട്ട് പോയ ചീര നമുക്ക് അരിഞ്ഞെടുക്കാം. അപ്പം ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇലക്കറികൾ എപ്പോഴും നമ്മൾ കഴിക്കുന്നത് നല്ലതാണ്. അപ്പം ഞാനിതൊക്കെ ഒന്ന് അരിഞ്ഞ് കൂട്ടി കറികളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം നമ്മുടെ അടുത്ത എന്താ പറയുക വർക്കൗട്ട് കാര്യങ്ങളിലേക്ക് എല്ലാവരും വരും. അപ്പം അങ്ങോട്ടേക്ക് പോകണം. 2 ദിവസമായിട്ട് ഞാൻ നല്ല തിരക്കിലായതുകൊണ്ട് ആ ഏരിയയിലേക്ക് പോകാറുണ്ടായിരുന്നില്ല. അപ്പോൾ ഇനി അങ്ങോട്ട് വീണ്ടും തുടങ്ങുകയാണ്. പിന്നെ എന്താ പറയുക, എല്ലാവരും അന്വേഷിച്ചവർക്കും എൻ്റെ വീഡിയോസ് കണ്ട് സഹകരിക്കുന്നവർക്കും എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. നിങ്ങളുടെയൊക്കെ സ്നേഹത്തിനും സഹകരണത്തിനും അന്വേഷണത്തിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറന്നു പോകല്ലേ കേട്ടോ. അപ്പോൾ നാളെ ഇല്ല, മറ്റന്നാൾ നമുക്ക് നല്ലൊരു വീഡിയോയുമായി വരാം. അതുവരേക്കും ബൈ ബൈ. പിന്നെ പ്രാർത്ഥിക്കുക എല്ലാവരും നല്ല രീതിയിൽ, ഞങ്ങളെയും കൂടെ ഓർക്കുക കേട്ടോ. ബൈ ബൈ.